നമസ്കാരം. കുട്ടികളിലുണ്ടാവുന്ന തിരിച്ചറിയാൻ പ്രയാസമായേക്കാവുന്ന 2 തരം അപസ്മാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എപ്പിലെപ്റ്റിക് സ്പാസംസ് അഥവാ ഇൻഫന്റൈൽ സ്പാസം. ഇത് ഏറ്റവും സാധാരണമായി 3 മാസം മുതൽ 7 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് ആരംഭിക്കുന്നത്. 2 സെക്കൻഡിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഞെട്ടലായിട്ടാവും ഇത് കാണുക. ഒരു ഞെട്ടലല്ല, ഒന്നിലേറെ ഞെട്ടലുകൾ ക്ലസ്റ്റേർഡായി അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡായി വരിക എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഞെട്ടലിനൊപ്പം കൈകാലുകളും തലയും മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കുന്നതായും കണ്ടേക്കാം. മിക്കവാറും കുഞ്ഞിന്റെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാവും ഇത് ഉണ്ടാവുക. ഇത് വളരെ ചെറിയ രീതിയിലാണ് വന്നു പോകുന്നതെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ചിലപ്പോൾ ഇത് കാരണം ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിന്റെ ഡിലേ, അതായത് കഴുത്തുറയ്ക്കാൻ, കുഞ്ഞ് ഇരിക്കാൻ എല്ലാം ഉണ്ടാവുന്ന താമസവും അല്ലെങ്കിൽ ഇത് ഉണ്ടായ ശേഷം ഈ മൈൽ സ്റ്റോൺസ് ഇല്ലാതാവുന്നതോ മാത്രമായിരിക്കാം രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുക. ഇത് വിട്ടുവിട്ട് വന്നുകൊണ്ടേയിരുന്നാൽ ചിലപ്പോൾ കുഞ്ഞ് ഇറിറ്റബിൾ ആവുകയും നിർത്താതെ കരയുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുകയാണെങ്കിൽ അതൊരു ദഹനക്കേടോ ഇൻഫന്റൈൽ കോളിക്കോ ആണ് എന്ന് കരുതി തള്ളിക്കളയുന്നതിന് മുമ്പ് ഈ ഒരു അപസ്മാരം വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞ് ജനിച്ച ഉടനെ കരഞ്ഞിട്ടില്ലെങ്കിൽ, ജനിച്ച ആദ്യ നാളുകളിൽ ഫിറ്റ്സ് അഥവാ സീഷേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ട്യൂബറസ് സ്ക്ലിറോസിസോ മറ്റ് ഇൻഫന്റൈൽ സ്പാസംസ് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളോ കുഞ്ഞിന് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്തരം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് പീഡിയാട്രീഷ്യൻസ് ആദ്യം തന്നെ ഈ ഒരു ഇൻഫന്റൈൽ സ്പാസത്തിനെ കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പേരന്റ്സിന് ഇത് കൂടുതൽ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞേക്കാം. തിരിച്ചറിയാൻ പ്രയാസമായ കുട്ടികളിലുണ്ടാവുന്ന 2ാമത്തെ തരം അപസ്മാരമാണ് ആബ്സെൻസ് സീഷേഴ്സ്. ഇത് ആരംഭിക്കുന്ന പ്രായത്തിനും EEGയിലുള്ള വ്യത്യാസവും കണക്കിലെടുത്ത് ഇതിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ആരംഭിക്കുന്ന ചൈൽഡ്ഹുഡ് ആബ്സെന്റ് സീഷേഴ്സും സാധാരണ 10 വയസ്സിൽ മുതൽ 17 വയസ്സ് വരെ ഉള്ള കുട്ടികളിൽ ആരംഭിക്കുന്ന ജുവനൈൽ ആബ്സെന്റ് സീഷേഴ്സും. കുട്ടി ചെയ്യുന്ന ജോലി നിർത്തുകയും പെട്ടെന്ന് സ്റ്റക്കാവുകയും ചെയ്യുന്നതായിട്ടാവും ഇതില് കാണുക. ചിലപ്പോൾ ഇതിനോടൊപ്പം കൈകളുടെ, വായുടെ, കണ്ണുകളുടെ ചെറിയ ചലനങ്ങളും ഉണ്ടായേക്കാം. ഇതിന് ഓട്ടോമാറ്റിസംസ് എന്ന് പറയും. ഇത് ഒരു ദിവസം പല പ്രാവശ്യം, ചിലപ്പോൾ 100 പ്രാവശ്യം വരെ ഉണ്ടായേക്കാം. 4 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ മാത്രം ദൈർഘ്യമുള്ളതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ചിലപ്പോൾ അധ്യാപകരുടെ ശ്രദ്ധയിലാവും ഇത് ആദ്യം പെടുക. കുട്ടി പഠനത്തിൽ ശ്രദ്ധക്കുറവ് കാണിക്കുന്നുണ്ടെന്നോ, പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ നോട്ട്സ് ഇടയിലിടയിൽ പോകുന്നുണ്ട് എന്നോ അധ്യാപകർ പറയുന്നുണ്ട് എങ്കിൽ ഈ ഒരു അപസ്മാരം വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പേരന്റ്സ് മനസ്സിലാക്കേണ്ടത്, ഇതിലേതെങ്കിലും അപസ്മാരം നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ ChatGPTയെയോ ഗൂഗിളിനെയോ ആശ്രയിക്കാതെ നിങ്ങൾക്ക് സംശയമുള്ള ചലനങ്ങൾ വീഡിയോ എടുത്ത് ഡോക്ടേഴ്സിനെ കാണിക്കണം. നന്ദി, നമസ്കാരം.